കടലിൻ്റെ വെള്ളം മുഴുവനും ഉപയോഗിച്ച് നരകത്തിൻ്റെ തീയെ, നരകത്തിൻ്റെ അഗ്നിയെ കെടുത്താൻ നോക്കിയാലും അണക്കാൻ നോക്കിയാലും കഴിയില്ല. വെറും 2 തുള്ളി കണ്ണുനീർ കൊണ്ട് നരകത്തിനെ അണക്കാൻ പറ്റും. നരകത്തിൻ്റെ തീ കെട്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 തുള്ളി കണ്ണുനീർ ഏതെന്നറിയോ? ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ, നിങ്ങൾ ചെയ്ത തെറ്റിനെ ഓർത്ത്, നിങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ, ആ മുഖത്ത് ആ 2 തുള്ളി കണ്ണുനീർ ഒലിച്ചാൽ മുഖത്തെ നരകം സ്പർശിക്കുകയില്ല. ആ മുഖം പോയി നരകത്തിലിട്ടാൽ നരകത്തിൻ്റെ തീ പോലും കെട്ടുപോകും. ആ മുഖത്തിനെ നരകം തൊടില്ല. ഏതുപോലെ നമ്മൾ പാല് കറന്ന ശേഷം ആ പാല് തിരിച്ച് അതിൻ്റെ അകിട്ടിലേക്ക് പോകാത്തത് പോലെ നരകം നിങ്ങളെ സ്പർശിക്കില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സുഹൃത്തുക്കളെ, സ്വഹീഹായ ഒരു ഹദീസാണ്. നമ്മളുള്ളത് റമദാനിലാണ്. ഇപ്പോഴും നമ്മൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് നമുക്ക് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ, കണ്ണുനീർ മുഖത്തൊലിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളുടെ ഹൃദയം ലോക്കായി കിടക്കുകയാണ്. നമ്മളുടെ ഹൃദയം കല്ലായി കിടക്കുകയാണ്. നമ്മൾ പുനഃപരിശോധിക്കണം. 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക. നമ്മൾക്ക് അങ്ങനത്തെ ഒരു ദിവസം, ഒരു തഹജ്ജുദിന് എണീറ്റ്, ആരും കാണാത്ത സമയത്ത് രാത്രി എണീറ്റ്, അതേ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂറോ അരമണിക്കൂറോ മുമ്പ് എണീറ്റ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന്, അള്ളാഹുവേ, ഞാൻ ഒരുപാട് ഈ കണ്ണുകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ട്, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ട്, നാവ് കൊണ്ട് ഞാൻ അറിയാതെ ഒരുപാട് പേരെന്തൊക്കെയോ പരദൂഷണം കള്ളം പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടും അറിയാതെയും പറഞ്ഞിട്ട്, അള്ളാഹുവേ, എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ കത്തേണ്ടി വരും. അള്ളാഹുവേ, ഖബറിൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവേ, നീ കാരുണ്യവാനാണ്. അള്ളാഹുവേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുമ്പോണ്ടല്ലോ, അള്ളാഹു അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നിലേക്ക് വരും, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തരാം. നിങ്ങൾ 40 വർഷം 60 വർഷമാട്ടെ തെറ്റ് ചെയ്താൽ, ആ ഒരൊറ്റ രാത്രി നിങ്ങൾ കണ്ണീരൊലിപ്പിച്ചാൽ 40 വർഷത്തെ അല്ലെങ്കിൽ 60 വർഷത്തെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല, ആ തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കി തരും. അപ്പോൾ റമദാൻ കിട്ടിയിട്ടും അങ്ങനെ ഒരു ദിവസം, അങ്ങനെ ഒരു കണ്ണീർ ഒലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കട്ടെ എന്ന് പോലും ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ പെടാതിരിക്കുക. ഇനിയെങ്കിലും ഈ ഒരു 10 ദിവസമെങ്കിലും, ഇത് പോയത് പോട്ടെ, 20 ദിവസം എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല, പക്ഷേ സമയമുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഇങ്ങനെ കരയുന്നവരാകെ. പാപത്തിനെ കുറിച്ച്, ഞങ്ങൾ ചെയ്ത തെറ്റുകളെ കുറിച്ച്, നമ്മളെ നന്മകളൊന്നും ചെയ്യുന്നില്ലല്ലോ. റസൂലുള്ളാഹി ഒരു തിന്മ പോലും ചെയ്യാത്ത റസൂലുള്ളാഹി പോലും ഒരു ദിവസം 100 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ മാത്രം ചെയ്യുന്ന നമ്മളോ ഇതുവരെ അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞിട്ടില്ലല്ലോ. ഇനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടില്ല, ഇനി ഇതുപോലെ റമദാൻ കിട്ടില്ല. ഖബറാളികളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം റഹ്മാനെ, എന്നെ നീ ദുനിയാവിലേക്ക് അയച്ചാൽ ഞാൻ നന്മകൾ ചെയ്തോളാം. അവർ അങ്ങനെ ഒരു ദിവസം അവർക്ക് കിട്ടി അള്ളാഹു കൊടുത്തിരുന്നെങ്കിൽ അവർ പള്ളിയിൽ നിന്ന് അനങ്ങുമായിരുന്നില്ല. ദുനിയാവിലുള്ള എല്ലാ ആഡംബരങ്ങളും, എല്ലാ സുഖങ്ങളെ അവൾ വലിച്ചെറിഞ്ഞിട്ട് ദാനധർമ്മങ്ങൾ കൊടുക്കട്ടെ, പള്ളിയിൽ എന്നെ കുത്തിരിക്കട്ടെ. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആയുസുണ്ട്, പള്ളിയിൽ എന്നെ കുത്തിരിക്കണ്ട, ഒരുപാട് ദാനധർമ്മം ഒന്നും ചെയ്യേണ്ട. അറ്റ്ലീസ്റ്റ് ചെയ്ത പാപങ്ങൾക്ക് നിങ്ങൾ എന്താക്കുക? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് സൽക്കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. ദുനിയാവിൻ്റെ പിറകെ ഇങ്ങനെ പോയി ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ റിസ്ക്കൊക്കെ അല്ല വരും. അപ്പോൾ എന്താ ചെയ്യുക? ഇൻഷാ അല്ലാഹ്